കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നിധി സുധീഷിനെ നിർബന്ധിച്ചു. സുധീഷെ, നീ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. എൻ്റെ ചേട്ടൻ എൻ്റെ ആൾക്കാരെങ്ങാനും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർ ഉപദ്രവിക്കും. അതുകൊണ്ട് നീ പൊയ്ക്കോ. നാളെ എനിക്ക് എൻ്റെ അച്ഛനെ കാണണം, എന്നിട്ട് എല്ലാം ശരിയാക്കാമെന്നൊക്കെ പറയാണ് നിധി. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടെ തന്നെ നിധി നിർബന്ധിച്ചുകൊണ്ട് മാത്രമായിരിക്കും സുധീഷ് അവിടെ നിന്നും പോകുന്നത്. പക്ഷേ അവൻ അവിടെ നിന്നും ദൂരേക്കൊന്നും പോയില്ല. തൻ്റെ ജീപ്പിൽ അവൾക്ക് കാവലായി അവിടെ വീടിന് പുറത്ത് തന്നെ സുധീഷ് നിൽക്കുന്നുണ്ടാവും. പിറ്റേന്ന് രാവിലെ നിധി ഹോസ്പിറ്റലിലേക്ക് പോവാൻ തയ്യാറായി. സാന്ദ്രയുടെ അമ്മ അവളെ തടയാൻ ശ്രമിച്ചു. നിധി, നീ ഇവിടെ നിന്നും പോവണ്ട. ആരോടെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവും. അച്ഛൻ ഒരിക്കലും നിന്നെ കാണാൻ കൂട്ടാക്കില്ല എന്നൊക്കെ പറയും. എന്നാലും നിധി ഉറച്ചു നിന്നു. എനിക്കെൻ്റെ അച്ഛനെ കണ്ടേ തീരൂ, ഞാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കും. അപ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി അരുൺ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സാന്ദ്രയുടെ അച്ഛനും അരുണിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിധിയെ കണ്ടതോടുകൂടി തന്നെ അരുണിൻ്റെ കണ്ണ് ചുവന്നു. എടി, നീ എന്താടി ഇവിടെ? നിന്നെ ഞാൻ വീട്ടിൽ പോലും കയറ്റരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അരുൺ ദേഷ്യപ്പെട്ട് അലറി. അന്നേരം നിധി സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, എനിക്കെൻ്റെ അച്ഛനെ കാണണമെന്ന് പറയുന്ന സമയത്ത് തന്നെ അരുണിന് ദേഷ്യം വരും. അച്ഛനോ? അച്ഛനെ കാണാനോ? കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടി പോയപ്പോൾ നീ അതൊന്നും ഓർത്തില്ലല്ലോ. ഇനി നീ അച്ഛനെ കാണണ്ട, അരുൺ ആക്രോശിച്ചു. അരുണിൻ്റെ വാക്കുകൾ അതിരുവിട്ടു. അവൻ നിധിയെയും സുധീഷിനെയും കുറിച്ച് വളരെ മോശമായി തന്നെ സംസാരിക്കാൻ തുടങ്ങി. സുധീഷിനെ സൈക്കോ എന്നും ഫ്രോഡ് എന്നൊക്കെ വിളിച്ചുകൊണ്ടായിരിക്കും അരുൺ സംസാരിക്കുന്നത്. എന്നാൽ ഇത് കേട്ടിട്ട് നിധിയുടെ നിയന്ത്രണം വിട്ടു. നിർത്തടാ. നിധി ഒച്ച വെച്ചു. എൻ്റെ സുധീഷിനെ കുറിച്ച് ഇനി ഒരക്ഷരം പോലും മിണ്ടിപ്പോവരുത്. നിങ്ങളെല്ലാവരും കൂടി ആ തെമ്മാടിയുടെ കൂടെ എന്നെ കെട്ടിക്കാൻ നോക്കിയതല്ലേ? സുധീഷ് നല്ലവനാണ്. ദേഷ്യം സഹിക്കാനാവാതെ നിധി അരുണിൻ്റെ മുഖത്തടിച്ചു. അടിക്ക് നീ എന്നെ കൊന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. അപ്രതീക്ഷിതമായ ആ അടിയിൽ അരുണൊന്ന് പകച്ചുവെങ്കിലും പിന്നെ ഇരട്ടി ദേഷ്യത്തോടെ അവൻ നിധിയുടെ കയ്യിലങ്ങ് പിടിച്ചു വലിച്ചു. ഇറങ്ങിപ്പോടി ഇവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ ഗേറ്റിനേക്ക് പുറത്തേക്കങ്ങ് ശക്തമായി തള്ളി മാറ്റി. അരുണിൻ്റെ തള്ളലിൽ നിലതെറ്റിയ നിധി പുറത്തേക്ക് വീണു. റോഡിൽ വീണ് പരിക്കേൽക്കുമെന്ന് ഉറപ്പിച്ച നിമിഷം എന്നാൽ അവൾ നിലത്ത് വീണില്ല. ശക്തമായ ഒരു കൈ അവളെ താങ്ങിയിരുന്നു. അത് മറ്റാരുമല്ല, സുധീഷായിരുന്നു. അന്ന് രാത്രി മുഴുവൻ അവളെയും കാത്തു പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു സുധീഷ്. അരുൺ അവളെ തള്ളിവിട്ടത് നേരെ സുധീഷിൻ്റെ നെഞ്ചിലേക്കാണ്. സുധീഷ് അവളെ ചേർത്ത് പിടിച്ചു. സുധീഷിനെ അവിടെ കണ്ടപ്പോൾ അരുൺ ആകെ ഞെട്ടിപ്പോയി. അവനൊട്ടും തന്നെ പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടിയായിരുന്നു അത്. നിധി സുധീഷിൻ്റെ കയ്യിൽ സുരക്ഷിതമായി നിൽക്കുന്നത് കണ്ട് അരുൺ ആകെ പകച്ചു നിന്നു. അങ്ങനെ സാന്ദ്രയുടെ വീട്ടിൽ നിന്നും അരുൺ നിധിയെ പുറത്താക്കിയതോടുകൂടി തന്നെ പിന്നീട് നിധിക്ക് എങ്ങോട്ടേക്ക് പോകണമെന്ന് പോലും അറിയില്ല. ഏക ആശ്രയം സാന്ദ്രയിച്ച് തന്ന ഈ ഒരു ഉറവിടമാണ്. ഇവിടെ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്ക് പോകണമെന്നറിയാതെ നിധി വീണ്ടും സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ സുധീഷ് തിരികെ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് നിധിയെ വിളിക്കുന്നത്. അങ്ങനെ അവരവിടെ നിന്നും പടിയിറങ്ങി. സുധീഷും നിധിയും യാത്ര തിരിച്ചത് സുധീഷിൻ്റെ വീട്ടിലേക്കായിരുന്നു. യാത്ര കഴിഞ്ഞ് വീട്ടുമുറ്റത്തേക്ക് വണ്ടി കയറുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ കാഴ്ചകളായിരുന്നു. സാധാരണ ശക്തമായി കിടക്കാറുള്ള ആ വീടും പരിസരവും ഇന്ന് ഉത്സവപ്പറമ്പ് പോലെ അലങ്കരിച്ചിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്ത് കെട്ടി ഉയർത്തിയ പന്തലും അലങ്കാര വിളക്കുകളും പാട്ടും ബഹളവും കണ്ട നിധിയുടെ കണ്ണുകൾ അമ്പരത്താൽ വിടർന്നു. അവൾ സുധീഷിനെ നോക്കി. അവൻ്റെ മുഖത്ത് ഒരു നിമിഷം അങ്കലാപ്പ് നേളിച്ചു. കാറിൽ നിന്നും ഇറങ്ങിയ അവരുടെ അകത്തേക്ക് സുധീഷിൻ്റെ സഹോദരനായ സുഭാഷും ഹരീഷും നികേഷും ഓടിയെത്തി. അവരുടെയൊക്കെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും സന്തോഷവും ആവേശവും നിറഞ്ഞു നിന്നിരുന്നു. എടാ, നിങ്ങൾ വന്നോ? ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു, സുഭാഷ് കിതച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടില്ലേ, നിങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയതാണ് ഇതൊക്കെ. റിസപ്ഷൻ ഗംഭീരമാകാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട നിധിയുടെ മുഖം ഇരുണ്ടു. അവളുടെ ഉള്ളിൽ അമർത്തിപ്പിടിച്ച ദേഷ്യവും സങ്കടവും ഒരു അഗ്നിപർവ്വതം പോലെ പുകയാൻ തുടങ്ങി. അവൾ രൂക്ഷമായൊരു നോട്ടം സുധീഷിന് നേരെ എറിഞ്ഞു. എന്തു പറയണമെന്നറിയാതെ സുധീഷ് ആകെ നിന്ന് വിയർക്കാണ്. നിധി, നീ ഒന്ന് അകത്തേക്ക് ചെല്ലേ, ഞാൻ കാര്യങ്ങളൊക്കെ ഇവരോട് സംസാരിച്ച് ശരിയാക്കാം. സുധീഷ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിധി അന്നേരം ഒന്നും മിണ്ടാതെ അമർഷത്തോടെ അകത്തേക്ക് നടന്നുപോയി. അവൾ പോയതും സുധീഷ് സഹോദരങ്ങൾക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അവളോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇങ്ങനൊരു റിസപ്ഷൻ പ്ലാൻ ചെയ്തത് ശരിയാണോ? അവൾ ആകെ അപ്സെറ്റാണ്. അവളുടെ അച്ഛനെ ഒരു നോക്കുപോലും കാണാൻ സമ്മതിച്ചില്ലെന്ന പരാതിയിലാണ് അവൾ. ഇതിനിടയിൽ ഈ ആഘോഷം കൂടിയാവുമ്പോൾ അവളെ അതെങ്ങനെ സഹിക്കും? സുധീഷ് കൃത്യമായ ദേഷ്യം അഭിനയിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. പക്ഷേ സഹോദരങ്ങൾ വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. എടാ, നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഒളിച്ചോടി വന്ന പെണ്ണ് കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി എന്ന് പറഞ്ഞ് അവർ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് നീ കേൾക്കുന്നില്ലേ? അതുകൊണ്ടാണ് അച്ഛൻ തന്നെ മുൻകൈയെടുത്ത് നാട്ടുകാരെ എല്ലാവരും വിളിച്ചു വരുത്തി ഇങ്ങനൊരു സൽക്കാരം നടത്താൻ തീരുമാനിച്ചത്. ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, സുഭാഷ് പറഞ്ഞു. ഹരീഷും വികാരധീനനായി തന്നെ ഇടപെട്ടു. ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തത്? സ്വന്തം കല്യാണം പോലും നടക്കാതെ പോയത് ഓർക്കാതെ നിനക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനല്ലേ ഇത്?
നിന്റെ കല്യാണം പോലും ഞങ്ങൾ അറിയാതെ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്ത് സങ്കടമുണ്ടായി കാണുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ടും നിനക്ക് സന്തോഷമാവട്ടെ എന്ന് കരുതി ചേട്ടൻ സ്വന്തം കയ്യിൽ നിന്നും പണം എടുത്ത് ചെയ്ത കാര്യമാണിതൊക്കെ. അച്ഛൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അവൾക്ക് കുറച്ചു നേരം ആ സ്റ്റേജിലൊന്ന് വന്നു നിന്നൂടെ? തർക്കം അങ്ങനെ മുറുകി. സുധീഷും ഹരീഷും തമ്മിൽ വാക്കേറ്റമായി. ബഹളം കേട്ട് നിധി വീണ്ടും പുറത്തേക്ക് വന്നു. അവളെ കണ്ടതും എല്ലാവരും അങ്ങ് നിശബ്ദമായി. മുറിയിലേക്ക് തിരിച്ചെത്തിയ നിധി ആകെ അസ്വസ്ഥയായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവളുടെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു. സുധീഷ് മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ അവൾ പൊട്ടിത്തെറിച്ചു. എന്താ ഇവിടെ നടക്കുന്നത്? ഇതെല്ലാം ഒരു നാടകമാണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയാവുള്ളൂ. അവരിതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചാണ് ഈ റിസപ്ഷൻ നടത്തുന്നത്. ഇനിയും എനിക്കിങ്ങനെ അഭിനയിക്കാൻ വയ്യ. ഞാൻ പോയി സത്യം പറയാൻ പോവാണ്. സുധീഷ് അവളെ തടഞ്ഞു. നിധി, ഒന്ന് സാവകാശം കാണിക്ക്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ആകെ തകർന്നു പോവും. വെറും അരമണിക്കൂർ നീ ആ സ്റ്റേജിൽ നിന്ന് കയറി നിന്നാൽ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്കെല്ലാം പറയാം. ഇല്ല, എന്നെക്കൊണ്ട് പറ്റില്ല. ഇത് വഞ്ചനയാണ്. ഇത്രയും സ്നേഹിക്കുന്ന ആ ചേട്ടനെയും കുടുംബത്തെയും നമ്മൾ പറ്റിക്കുമല്ലേ? കല്യാണം നടന്നെന്ന വ്യാജേന ഇനിയും മുന്നോട്ട് പോവാൻ എനിക്ക് വയ്യ സുധീഷ്. എൻ്റെ അച്ഛനും വീട്ടുകാരുടെയും ഭീഷണിക്ക് ഭയന്നാണ് നമ്മൾ ഇങ്ങനൊരു നാടകം കളിച്ചത്. പക്ഷേ അതിന് ഇരയാവുന്നത് നിങ്ങളുടെ വീട്ടുകാരാണെന്ന് നിധി തീർത്തും പറഞ്ഞു. അപ്പോഴേക്കും സുഭാഷ് അവർക്കായി വാങ്ങിയ പുതിയ വസ്ത്രങ്ങളുമായി അങ്ങോട്ടേക്ക് വന്നു. നിധിയുടെ മുഖത്തെ സങ്കടം കണ്ട് അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചുള്ള വിഷമമാണെന്ന് തെറ്റിദ്ധരിച്ച് അവൻ അവളെ ആശ്വസിപ്പിച്ചു. മോളെ, അച്ഛന് കുഴപ്പമില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടിയൊക്കെ ഇവിടെ വെച്ചത്. നീ വിഷമിക്കാതെ, ഒന്ന് റെഡിയാവ്. എല്ലാവരും കാത്തിരിക്കാണ്. സുഭാഷ് സ്നേഹത്തോടെ പറഞ്ഞു പോയി. സുഭാഷ് പോയതും നിധി കരച്ചിലിൻ്റെ വക്കിലെത്തി. കണ്ടില്ലേ ആ മനുഷ്യൻ്റെ സ്നേഹം? ഇനിയും അദ്ദേഹത്തെ വഞ്ചിക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ എല്ലാവരോടും സത്യം തുറന്നു പറയണം. സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പറയും. അവൾ വാതിൽക്കലേക്ക് നടന്നതും സുധീഷ് അവളെ തടഞ്ഞു. ശരി, ഞാൻ പറയാം, നീ നിൽക്ക്. സുധീഷ് പുറത്തേക്ക് നടന്നു. പക്ഷേ പുറത്തെത്തിയപ്പോൾ അവനെ എതിരേറ്റത് ആവേശത്തോടെ ഓടി നടന്ന സഹോദരങ്ങളും എത്തിത്തുടങ്ങിയ അതിഥികളുമായിരുന്നു. ആ തിരക്കിനിടയിൽ സത്യം തുറന്നു പറയാൻ അവന് ധൈര്യം വന്നില്ല. അവൻ തിരികെ മുറിയിലേക്ക് എത്തി. സമയം അങ്ങനെ കടന്നുപോയി. നിധിയും സുധീഷും പുറത്തിറങ്ങാത്തത് കണ്ട് സുഭാഷ് വീണ്ടും മുറിയിലേക്കെത്തി. എന്താ മക്കളെ ഇത്? ആളുകളൊക്കെ മുറുമുറുക്കാൻ തുടങ്ങി. നിങ്ങളെന്താ റെഡിയാവാത്തത്? എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? സുഭാഷ് സങ്കടത്തോടെ ചോദിച്ചു. ഇനിയും പിടിച്ചു നിൽക്കാൻ നിധിക്കായില്ല. അവൾ സുധീഷിനെ നോക്കി. പിന്നെ സുഭാഷിന് നേരെ തിരിഞ്ഞു. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ്റെ അസുഖമൊന്നുമല്ല പ്രശ്നം. ഇനിയും നിങ്ങളെല്ലാവരെയും പറ്റിക്കാനൊന്നും എനിക്ക് കഴിയില്ല. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ആ വാക്കുകൾ സുഭാഷിൻ്റെ നെഞ്ചിൽ ഒരു ഇടിത്തീ പോലെ വീണു. സുഭാഷ് ഞെട്ടലോടെ നിധിയെയും സുധീഷിനെയും മാറി മാറി നോക്കി. നിധി തുടർന്നു. എൻ്റെ വീട്ടുകാർ എന്നെ നിർബന്ധിച്ച് സൂര്യയുമായി കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചതായിരുന്നു. അയാൾ ഒരു സൈക്കോയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ അത് എതിർത്തു. പക്ഷേ ആരും അത് കേട്ടില്ല. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ ആ വീട് വിട്ടിറങ്ങി. സുധീഷാണ് എന്നെ സഹായിച്ചത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കാമെന്നും ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞു. പക്ഷേ വഴിയിൽ വെച്ച് പോലീസുകാരെ പിടിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓടിച്ചെന്ന് കല്യാണം കഴിച്ചെന്ന് കള്ളം പറയേണ്ടി വന്നു. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നത് വെറും ഒരു നാടകമായിരുന്നു. ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതി ഒപ്പിട്ടത് അപേക്ഷയിലായിരുന്നു. സത്യത്തിൽ ഞങ്ങളൊന്നും ഒരിക്കലും ഭാര്യാഭർത്താക്കന്മാരല്ല. നിധിയുടെ വെളിപ്പെടുത്തൽ കേട്ട് സുഭാഷ് ആകെ തളർന്ന് ഭിത്തിയിലങ്ങ് ചാരി നിന്നുപോയി. അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? നിധി വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് ചേട്ടനെ പോലെ ഒരു ഏട്ടനുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ എന്നെ കൊല്ലാൻ പോലും അവർ മടിച്ചില്ല. എന്നാൽ സത്യം അറിയാതെയാണെങ്കിലും നിങ്ങൾ എന്നെ സ്വന്തം അനിയത്തെ പോലെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് മുന്നിൽ ഇനിയും എനിക്ക് കള്ളം പറയാൻ വയ്യ. സുഭാഷ് സാവധാനം നടന്ന് കസേരയിലങ്ങിരുന്നു. അവൻ്റെ മുഖത്ത് നിരാശയും വേദനയും നേളിച്ചു. കുട്ടിക്കറിയാമോ, ഈ വീടിനൊരു പേരുണ്ട്. പെണ്ണുങ്ങൾ വാഴാത്ത വീട്. ഞങ്ങൾ ചെറുപ്പത്തിലായിരിക്കുമ്പോഴേ അമ്മ മരിച്ചു. അച്ഛൻ വേറൊരു വിവാഹം കഴിച്ചുവെങ്കിലും അവർ പോയി. പിന്നെ ഈ വീട്ടിൽ 5 ആണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെണ്ണുങ്ങൾ വാഴാത്ത വീട് എന്ന് പറഞ്ഞ് ആരും ഇങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് പെണ്ണ് തന്നില്ല. ആ ശാപം നീ വന്നതോടെ മാറുമെന്ന് ഞാൻ കരുതി. പക്ഷേ സുഭാഷിൻ്റെ വാക്കുകൾ ഇടറി. ഇപ്പോൾ എനിക്ക് എൻ്റെ അനിയന്മാരെ ഓർത്തിട്ടാണ് സങ്കടം. അവരുടെ സന്തോഷം അതെല്ലാം വെറുതെയായില്ലേ? പുറത്ത് കാത്തു നിൽക്കുന്ന നാട്ടുകാർ അവരിനി എന്തൊക്കെ പറയും? പെണ്ണുങ്ങൾ വാഴാത്ത വീട് എന്ന് അവർ വീണ്ടും ഞങ്ങളെയൊക്കെ പരിഹസിക്കില്ലേ? സുഭാഷിൻ്റെ സങ്കടം കണ്ട് സുധീഷ് അവൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിച്ചു. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വേറെ വഴിയൊന്നുമില്ലായിരുന്നു. സുഭാഷ് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോട് ചേർത്തു. സാരമില്ലടാ, നീയും ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്. നമുക്ക് വിധിയില്ല, അത്രയുള്ളൂ. കണ്ണുനീർ തുടച്ചുകൊണ്ടതിന് സുഭാഷ് അവിടെ നിന്നും എഴുന്നേറ്റു. ഞാൻ പോയിട്ട് എല്ലാവരോടും ഈ സത്യം തുറന്നു പറയാം. റിസപ്ഷൻ നടക്കില്ലെന്ന്. എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയിക്കോളാം, ഞാൻ പറഞ്ഞേക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് സുഭാഷ് അവിടെ നിന്നും എഴുന്നേൽക്കും. ഒരു തോറ്റ യോദ്ധാവിനെ പോലെ തല കുനിച്ച് സുഭാഷ് പുറത്തേക്ക് നടന്നു.
പുറത്ത് അന്തരീക്ഷം വഷളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വധൂവരന്മാർ എത്താത്തതിൽ പ്രതിഷേധിച്ച് ചിലർ ബഹളം വെക്കാൻ തുടങ്ങി. സുനന്ദയുടെ അമ്മയും അമ്മാവനും അടക്കം ചിലർ പരിഹസിച്ച് ചിരിച്ചു. പെണ്ണോടിപ്പോയി കാണും, അതല്ലേ ഇതുവരെ വരാത്തത്, ആരോ വിളിച്ചു പറഞ്ഞു. സുഭാഷ് വേദിയിലേക്ക് കയറി മൈക്ക് കയ്യിലെടുത്തു. അവൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയതിൽ വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ സുഭാഷിൻ്റെ വാക്കുകൾ പരതി. ചില കാരണങ്ങളാൽ സുഭാഷ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി വന്നു. ചേട്ടാ! എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ സർവാഭരണ ഭൂഷിതയായി പട്ടുസാരി എടുത്ത് മനോഹരമായ ഒരു വധുവിനെ പോലെ നിധി നിൽക്കുന്നു. അവളുടെ പിന്നിൽ സുധീഷുമുണ്ട്. സുഭാഷിൻ്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവൻ വിശ്വസിക്കാനാവാതെ നോക്കി നിന്നു. നിധി മെല്ലെ നടന്ന് വേദിയിലേക്ക് കയറി സുധീഷിൻ്റെ അരികിൽ തന്നെ വന്നു നിന്നു. നിധി സുഭാഷിനെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ ഞാൻ കൂടെയുണ്ട് എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. സുഭാഷിൻ്റെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. അവൻ ഇരുവർക്കും നേരെ കൈകൂപ്പി. കാണികളെല്ലാം കൈയടിച്ചു. ഫോട്ടോഗ്രാഫർമാർ തിരക്കിട്ട് ഫോട്ടോസെല്ലാം എടുക്കാൻ തുടങ്ങി. നിധി സുധീഷിനൊപ്പം ചേർന്നിരുന്ന് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തു. അവളുടെ ഉള്ളിൽ കൊടുങ്കാറ്റ് അടങ്ങുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ആ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ തീരുമാനിച്ചിരുന്നു. ആഘോഷങ്ങൾ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് സുധീഷിൻ്റെ അച്ഛൻ ഭാസ്കരൻ വേദിയിലേക്ക് കയറി വന്നത്. കുറച്ച് മദ്യപിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഗൗരവമുണ്ടായിരുന്നു. പാട്ട് നിർത്താൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, ഭാസ്കരൻ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സ്വർണ്ണമാല എടുത്തു. അത് വെറും ഒരു മാലയായിരുന്നില്ല, ഒരു താലിമാലയായിരുന്നു. സുധീഷും നിധിയും ഞെട്ടിത്തരിച്ചു പോയി. സുഭാഷ് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്നു. എൻ്റെ മകൻ എവിടെ നിന്നോ ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നടാ എന്ന് പറഞ്ഞ് കുറേ പേർ കളിയാക്കിയിരുന്നില്ലേ? അവർക്കുള്ള മറുപടിയാണിത്. ഭാസ്കരൻ ശബ്ദമുയർത്തി പറഞ്ഞു. ഇവിടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എൻ്റെ മകൻ ഈ താലി ഇവളുടെ കഴുത്തിൽ കെട്ടും. ഇതോടെ എല്ലാ അപവാദങ്ങളും തീരും. ഭാസ്കരൻ ആ താലി നേരെ സുധീഷിൻ്റെ കൈകളിലേക്ക് കൊടുത്തു. കെട്ടടാ! നിധി ഭയത്തോടെ സുധീഷിനെ നോക്കി. വേണ്ട, അവൾ പതുക്കെ പറഞ്ഞു. ഇത് അഭിനയിക്കാനുള്ളതല്ല, ഇത് സത്യമാണ്, എനിക്ക് വയ്യ. സുധീഷ് നിസ്സഹായനായിരുന്നു. നിധി, ഇപ്പോൾ ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അച്ഛൻ നിർബന്ധിക്കുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും നോക്കി നിൽക്കുന്നു. പ്ലീസ് നിധി, ഒന്ന് സഹായിക്ക്. ഇല്ല, ഞാൻ പോവാണ്, നിധി പിന്തിരിയാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മര്യാദക്ക് നോക്കി നിൽക്കാതെ താലി കെട്ടടാ! ഭാസ്കരൻ വീണ്ടും അലറി. വാദ്യമേളങ്ങൾ മുഴങ്ങി. നിധിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ചുറ്റും കൂടിയിരിക്കുന്ന നൂറുകണക്കിന് കണ്ണുകൾ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന സുഭാഷും സഹോദരങ്ങളും. ഇതിനിടയിൽ നിന്നും ഇറങ്ങിപ്പോയാലുണ്ടാവുന്ന നാണക്കേടെല്ലാം ഓർത്ത് നിധി അവിടെ തന്നെ നിശ്ചലനായി നിന്നു. വിറക്കുന്ന കൈകളോടെ സുധീഷ് ആ താലി നിധിയുടെ കഴുത്തിൽ അണിയിച്ചു. പൂക്കൾ അവരുടെ മേൽ വർഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു നാടകമായി തുടങ്ങിയത് ഒരു യഥാർത്ഥ വിവാഹമായി തന്നെ മാറി. സുഭാഷ് ആ കാഴ്ച കണ്ട് സന്തോഷവും സങ്കടവും ഇടകലർന്ന ഒരവസ്ഥയിൽ നിന്നു. സത്യം അറിയാവുന്നതുകൊണ്ട് അവൻ്റെ മനസ്സ് നീറുകയായിരുന്നു. അങ്ങനെ രാത്രി ഏറെ വൈകി. അതിഥികളെല്ലാം തന്നെ പോയി. വീട് ശാന്തമായി. മുറ്റത്തെ ഇരുളിലിരുന്ന് ബീഡി വലിക്കുകയായിരുന്നു ഭാസ്കരൻ. സുധീഷ് അവിടേക്ക് ചെന്നു. അച്ഛാ! അവൻ വിളിച്ചു. ഭാസ്കരൻ തിരിഞ്ഞു നോക്കി. ഇന്ന് അച്ഛൻ ചെയ്തത് അത് കലക്കി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന്, സുധീഷ് പറഞ്ഞു. ഭാസ്കരൻ ചിരിച്ചു. പിന്നല്ലാതെ, എന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? വെറും കുടിയനാണെന്നോ? എൻ്റെ മകൻ്റെ അഭിമാനം കാക്കാൻ എനിക്കറിയില്ലേടോ. പക്ഷേ അച്ഛാ, ആ സ്വർണ്ണത്താലി അതിന് ഒരുപാട് വിലയാവില്ലേ? അച്ഛൻ എവിടെ നിന്ന് കിട്ടിയ പണം? പുതിയത് വാങ്ങിച്ചതാണോ? സുധീഷ് ചോദിച്ചു. പുതിയതോ? അതിനൊക്കെ എവിടുന്നാടാ എൻ്റെ കയ്യിൽ പണം? പിന്നെ അച്ഛൻ അത് മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ? സുധീഷിൻ്റെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞു. ഭാസ്കരൻ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. എടാ, നിനക്ക് നിന്റെ അച്ഛനെ അത്രയ്ക്കേ വിശ്വാസമുള്ളൂ? ഞാനൊരു കള്ളനൊന്നുമല്ല. അദ്ദേഹം ഒരു നിമിഷമൊന്ന് മൗനമായിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. അത് നിന്റെ അമ്മയുടെ താലിയാണടാ. അവൾ മരിച്ചപ്പോൾ ഞാനത് ഊരിയെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്. എപ്പോഴെങ്കിലും എൻ്റെ മക്കൾക്ക് ഉപകരിക്കുമെന്ന് കരുതി. ഇന്ന് അത് നിന്റെ ഭാര്യയുടെ കഴുത്തിൽ കണ്ടപ്പോൾ നിന്റെ അമ്മ തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നി. സുധീഷ് അത് കേട്ട് ആകെ സ്തംഭിച്ച് നിന്നുപോയി. മദ്യപാനിയും ഉത്തരവാദിത്തമില്ലാത്തവനുമായി താൻ കണ്ടിരുന്ന അച്ഛൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്നേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മയുടെ താലിമാലയാണല്ലേ അത്? അപ്പോൾ അമ്മയെപ്പോലെ ഇവളും? സുധീഷ് പാതി വഴിയിൽ നിർത്തി. അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കും. പരസ്പരം സ്നേഹിച്ച് ജീവിച്ച ആരും ഇങ്ങോട്ടേക്കും പോവില്ലടാ മോനെ, ഭാസ്കരൻ പറഞ്ഞു. പിന്നെ പതിവ് പോലെ ദേഷ്യം അഭിനയിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അകലെ എല്ലാം കണ്ടുകൊണ്ട് തന്നെ സുഭാഷ് നിൽക്കുന്നുണ്ടായിരുന്നു. നടന്ന കാര്യങ്ങളെല്ലാം തന്നെ സത്യമാണോ അതോ അഭിനയമാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നു. എങ്കിലും തൻ്റെ സഹോദരൻ്റെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി തന്നെ അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ പുതിയ രഹസ്യം പേറിയിട്ട് ഇനി വരാൻ പോകുന്ന നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ.